അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇന്ന് പറയാൻ പോകുന്ന അറിവ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു അറിവാണ്. തീർച്ചയായിട്ടും നീറ്റ്, എൻട്രൻസ്, അതുപോലെയുള്ള അതികഠിനമായ പരീക്ഷകൾ, അതുപോലെ തന്നെ OET, IELTS വിദേശത്ത് പോകുവാൻ വേണ്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അവർക്ക് ആ പരീക്ഷകളിൽ വിജയിച്ച് മറ്റുള്ള രാജ്യത്തോട്ട് പോകുവാനും അതുപോലെ തന്നെ ഇനിയുള്ള തുടർ പഠനത്തിനും ഏറെ ഉപകാരപ്രദമായിട്ടുള്ള ഈ എക്സാമുകളിൽ, അതികഠിനമായ എക്സാമുകളിൽ വിജയം വരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അവർക്ക് അതിന് സാധിക്കുക തന്നെ ചെയ്യും. അതിന് ഉതകുന്ന ദുആയാണ് ഇന്ന് പറയുന്നത്. അതിന് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ജീവിതത്തിൽ ഉടനീളം അത് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിലെ ഏത് തന്നെ പരീക്ഷ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ വിജയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താണ് അതിനുവേണ്ടി ഓതാൻ കഴിയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ പരീക്ഷാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ 11 തവണ അസ്സാബിഖൂന അസ്സാബിഖൂന ഉലൈകൽ മുഖറബൂൻ 11 തവണ അത് ഓതി ഉറങ്ങാൻ കിടന്നതിന് ശേഷം പരീക്ഷ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വഅജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ. ഈ പറയുന്ന ആയത്ത് ഒരു തവണ ഓതുക പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ. അത് കഴിഞ്ഞ് ചോദ്യപേപ്പർ തുറക്കും എന്തോതണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ചോദ്യപേപ്പർ തുറക്കുമ്പോൾ നമ്മൾ ഇതാണ് ഓതേണ്ടത്. വളരെ അധികം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഓതുക. ഓതിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, അത് ഓതിയതിന് ശേഷം നിങ്ങൾ എഴുതി തുടങ്ങുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? ചില ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മറന്നു പോവുക, അതിന്റെ ഉത്തരം മറന്നുപോയാലോ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദുആ ആവർത്തിച്ച് ചൊല്ലുക. തീർച്ചയായിട്ടും അതിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ആ ഉത്തരം നമ്മൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നമുക്ക് അത് മനസ്സിലാവും. ഉടൻ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും ആ ഉത്തരം തീർച്ചയായിട്ടും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ ഈ 3 ദുആയും അത് പഠിച്ചു തന്നെ വെക്കുക. അത് മാതാപിതാക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഏത് തന്നെ എക്സാമുകളിലായിക്കോട്ടെ, നമുക്ക് നമ്മുടെ മക്കളുടെ വിജയമാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് പലവിധ ടെൻഷനുകൾ, എക്സാമുകൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ക്വസ്റ്റ്യൻസ് ആകുമോ, അങ്ങനെ ആകുമോ, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട്, ടെൻഷനുകൾ കൊണ്ട് അവർ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാൻ ഒരുപാട് സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജീവിത സാഹചര്യം, ഫാമിലിയിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കാരണം അവർക്ക് പഠിക്കാൻ പറ്റാതിരിക്കുക, അതിനുള്ള സാഹചര്യം കിട്ടാതിരിക്കുക, ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ അല്ലാത്ത സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലുള്ള ദുആകളുടെ അതിന്റെ ഒരു ശക്തി കൊണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് അത് വിജയിച്ചെടുക്കുവാൻ തന്നെ സാധിക്കും ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും അത് പഠിച്ചു തന്നെ വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടുമാണ് വളരെയധികം എനിക്ക് വീഡിയോ ചെയ്യാൻ വളരെയധികം ഉപകാരപ്രദമാകുന്നതും, അതുപോലെ തന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ, അതായത് ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ചെയ്യുവാൻ വേണ്ടിയിട്ട് പ്രചോദനമാകുന്നത്. അതുപോലെ തന്നെ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കുഞ്ഞു ദുആകൾ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന അറിവുകൾ പകർന്നു കിട്ടണമെങ്കിൽ നിങ്ങളുടെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഇനി വരുന്ന
ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരികയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സലാം കമന്റിലൂടെ നിങ്ങൾ അറിയിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ശുഭവിവരങ്ങൾ, അല്ലെങ്കിൽ ആ സലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഒരു സ്നേഹം, അത് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് തീർച്ചയായിട്ടും എനിക്കൊരു പ്രചോദനം തന്നെയാണ് വീഡിയോ ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മറ്റുള്ളവരിലേക്കും കൂടി ഈ ദുആ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലൂടെ കിട്ടുന്നത് നിങ്ങൾക്ക് വളരെ പൈസ ചെലവില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും തന്നെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്വതക്കയാണ്. നിങ്ങളിൽ നിന്നും ഒന്നും പോകുന്നില്ല. ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ മറ്റൊരാൾക്ക് അത് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കൊടുത്തത് കാരണം കൊണ്ട്, ഒരു ഇൽമ് പകർന്നു കൊടുത്തത് കാരണം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഫലം അള്ളാഹു തരിക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ഈ അറിവ് പെടുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും ജീവിതത്തിലുടനീളം പകർത്തുക, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. കൊച്ചുമക്കളായിക്കോട്ടെ വലിയ മക്കളായിക്കോട്ടെ, അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഈ വക കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വീഡിയോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് അറിയിക്കുക. അതുപോലെ തന്നെ ദുആ ചെയ്യുവാൻ വേണ്ടി അറിയിക്കുക. അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് കാണാം.